ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. നമസ്കാരം. വായ്ത്താരിയുടെ പുതിയ അതിഥി ഇത്തവണ കലാമണ്ഡലം രഘുചന്ദ്രനാണ്. പാലക്കാട് ജില്ലയിൽ ചെർപ്പശ്ശേരി അടുത്ത് വെള്ളിനഴി സ്വദേശിയായ രഘുചന്ദ്രൻ പലരെയും നമുക്ക് ഇങ്ങനെ സംഘടിപ്പിക്കേണ്ടി വരുമ്പോൾ ചില സമയത്ത് അപൂർവമായി അവരോട് ചോദ്യം ചോദിക്കാൻ അവർക്ക് താല്പര്യവും അല്ലെങ്കിൽ സൗകര്യവുമുള്ള വ്യക്തികളെ കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ മുൻകൂറായി ഒരു ക്ഷമാപണം എന്ന നിലയിലേക്ക് പറയുകയാണ്. രഘുചന്ദ്രനോട് ചോദ്യം ചോദിക്കുന്നത് അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്ന ആളെ കണ്ടുകൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ യാദൃശ്ചികമായി അദ്ദേഹത്തെ കിട്ടിയപ്പോൾ ഉത്തരം പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി അദ്ദേഹത്തിനോട് സംസാരിക്കാൻ പറയുകയാണ് ഉണ്ടായത്. എങ്ങനെയും രഘുചന്ദ്രൻ വളരെ ആത്മാർത്ഥമായി ഇതിനോട് സഹകരിച്ചു എന്നുള്ളതിൽ ഉള്ള സന്തോഷമുണ്ട്. ഈ ഉത്തരം പറയുന്നതിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിന് സ്വാഭാവികമായ ഒരു താമസമുണ്ടായിരുന്നു. പക്ഷേ രഘുചന്ദ്രൻ്റെ കലാമേഖലയെക്കുറിച്ച് നമ്മൾ ഒരു അല്പസമയത്തിന് ശേഷം വളരെ വിശദമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അത് വാദ്യകലയിൽ അദ്ദേഹം നാട്ടിൽ പഠിച്ചതും തുടർന്ന് കലാമണ്ഡലത്തിൽ പഠിച്ചതും അതിനുശേഷം അദ്ദേഹം സ്വതന്ത്രനായി പ്രവർത്തിച്ചതും നിലാവ് സാധകത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും അതിന് പാലിക്കേണ്ടതായ നിഷ്ഠകളും ചിട്ടകളും കൊട്ടുകളും ഒപ്പം അദ്ദേഹത്തിൻ്റെ കുലത്തൊഴിലായ കളമെഴുത്ത് പാട്ട് അതിന് അനുവർത്തിക്കേണ്ടതായ ചടങ്ങുകൾ, കളം വരയ്ക്കുന്നത്, വെളിച്ചപ്പാടിൻ്റെ ഈട്, കൂറ് എന്നിവ ചെയ്യുന്നത് വളരെ ആധികാരികമായി അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. എങ്ങനെയും അങ്ങനെയുള്ള ഒരു രഘുചന്ദ്രനാണ് ഇന്ന് നമുക്ക് മുമ്പിൽ ഉത്തരവുമായി വന്നിരിക്കുന്നത്. വളരെ അധികം നന്ന ചെറുപ്പം എന്ന് പറയാൻ വയ്യ. എങ്കിൽ പോലും ഇത്ര പ്രായത്തിനുള്ളിൽ തന്നെ തൊഴിൽപരമായി ധാരാളം വ്യത്യസ്ത മേഖലകളിലെക്കുറിച്ച് സഞ്ചരിച്ച് കൊട്ടും പാട്ടും നൃത്തവും ഒരുപോലെ കൊണ്ടുപോയി ഇപ്പോൾ പ്രശസ്തനായ ഒരു കലാകാരനാണ് കലാമണ്ഡലം രഘുചന്ദ്രൻ. നമുക്ക് അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിലേക്ക് തന്നെ കിടക്കാം. അതാണ് ഏറ്റവും നല്ലത്. ഇത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം എന്നാണ് എനിക്കൊരു അപേക്ഷ മുൻകൂറായി പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പ്രതികാലത്തിൻ്റെ ഒരു സാവകാശം ഒരുപക്ഷെ ഉത്തരത്തിൽ കണ്ടു എന്ന് വരാം. പക്ഷേ ആ കാലം മാറുന്നതിനനുസരിച്ച് വളരെ വിശദമായി അദ്ദേഹം ഉത്തരങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നല്ല ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അഭിമുഖം എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, മുഖാമുഖം സംസാരിക്കുന്നതില്ലാത്തതുകൊണ്ട് എങ്ങനെയും ഈ വർത്തമാനം നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമസ്കാരം രഘു. നമസ്കാരം. പാലക്കാട് ജില്ലയിലെ ചെർപ്പശ്ശേരിക്കടുത്ത് വെള്ളിനഴിയാണ് രഘുവിൻ്റെ സ്വദേശം എന്നാണ് ധരിച്ചിരിക്കുന്നത്.
നമുക്കിങ്ങനെ വായ്ത്താരി ഇടംപ്ലസ്ഥല വായ്ത്താരിയുടെ കലാകാരന്മാരുടെ ഒരു വിവരശേഖരണം, കലയും ജീവിതവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ രഘുവിൽ നിന്ന് ആസ്വാദകർക്ക് വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ശ്രമം നടത്തുന്നത്. പാരമ്പര്യമായിട്ട് ഒരു കുലത്തൊഴിൽ അനുഷ്ഠാന കലയൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഒരു കുടുംബമാണ് എന്നാണ് ഒരു ധാരണ. എങ്ങനെയാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം? അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛൻ അങ്ങനെ പരമ്പരയായിട്ട് ഉണ്ടായിരുന്നതാണോ? അങ്ങനെ കുട്ടിക്കാലത്ത് ഈ വാദ്യ പഠനം ആരംഭിക്കുന്നത് വരെയുള്ള ഒരു വിവരം ഒന്ന് അറിഞ്ഞാൽ തെറ്റില്ല. എങ്ങനെയാണ് അത്? കുറുപ്പ് എന്ന സമുദായത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ അച്ഛനും മുത്തശ്ശനൊക്കെ കളമ്പാട്ട് എന്നുള്ള മേഖലയിൽ ആണ് കൂടുതലായിട്ടും ഉള്ളത്. വാദ്യത്തിൻ്റെ അല്ലെങ്കിൽ ചെണ്ട എന്നുള്ള വിഷയത്തിൽ ആരും ഈ മേഖലയിലില്ല. കുട്ടിക്കാലം തൊട്ട് തന്നെ ചെണ്ട എന്നുള്ള വിഷയത്തിനോട് അതിയായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ മേഖലയിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത്. അപ്പോൾ സ്കൂൾ പഠനകാലത്ത് തന്നെ പൊതുവെ ടീച്ചർമാർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് രീതിയിൽ ക്ലാസ്സിൽ കൊട്ടുക അങ്ങനെയുള്ള വിഷയങ്ങളെ കൊണ്ട് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടായിട്ട് ആണ് വെള്ളിനഴി LP സ്കൂളിലെ ടീച്ചർമാർ പറഞ്ഞിട്ടാണ് ഈ കുട്ടീനെ എവിടെയെങ്കിലും ചെണ്ട പഠിപ്പിക്കാനുള്ളൊരു സംവിധാനം കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അതിനൊരു പോംവഴി എന്താണ് ആലോചിച്ച് കലാമണ്ഡലം ബാലസുന്ദരാസൻ ഈയിടയ്ക്ക് ഒട്ടുപിരിഞ്ഞ എൻ്റെ ഗുരുനാഥൻ വീട്ടിൽ വന്ന് 5ാം ക്ലാസ് മുതൽ പഠിപ്പിക്കാൻ തുടങ്ങി. 2 വർഷത്തോളം അങ്ങനെ ആശാൻ്റെ ഒഴിവിനനുസരിച്ച് ഇങ്ങനെ പഠിപ്പിച്ചപ്പോഴേക്കും ആശാൻ്റേതായിട്ടുള്ള തിരക്കുകൾ വന്നുകൊണ്ട് പിന്നെ അതങ്ങോട്ട് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. കാരണം തായമ്പയുടെ ഒരു പടികാലം കൂറ് എന്നുള്ളൊരു ഘട്ടം വരേക്കൊക്കെ ആശാൻ പറഞ്ഞു തന്നു. പിന്നെ അപ്പോൾ ഈ കൊട്ട് പഠിക്കുന്ന കാലം വരെ ഈ പരമ്പരയായിട്ടുള്ള കളമെഴുത്ത് അല്ലെങ്കിൽ അത്തരം ചടങ്ങുകളെക്കുറിച്ച് അറിവോ പഠനമോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അച്ഛൻ്റെ കൂടെ അച്ഛനെ സഹായിക്കാനായിട്ട് അന്ന് വരയ്ക്കാനും പാടാനൊന്നും കൃത്യമായിട്ട് അറിയില്ലെങ്കിലും അച്ഛൻ അത്യാവശ്യം അമ്പലങ്ങൾ, ഈ വള്ളുവനാടൻ ഭാഗത്തുങ്ങൾ അത്യാവശ്യം അമ്പലങ്ങൾ കളമെഴുത്തിൻ്റെ അടിയന്തരം ഉണ്ടാവുകൊണ്ട് അച്ഛനെ സഹായിക്കുക എന്നുള്ള രീതിയിൽ പോകാറുണ്ട്. അവിടെ അച്ഛനെ സഹായിക്കാൻ പോയാലും കൊട്ട് നടക്കുമ്പോൾ ആ ഭാഗത്തേക്കാണ് കൂടുതൽ പോകുക. അച്ഛൻ എന്നെ കൊണ്ടുപോകണമെന്നല്ലാതെ ചിലപ്പോൾ അച്ഛനെ സഹായിക്കാൻ കിട്ടും. കൊട്ടെന്നുള്ള വിഷയത്തിൻ്റെ ഭാഗത്താവും കൂടുതലുണ്ടാവുക. അപ്പോൾ കളമെഴുത്ത് കുട്ടിക്കാലത്ത് വരയ്ക്കലോ പഠിക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല? ഇല്ല. ഞാൻ കലാമണ്ഡലത്തിൽ 5 വർഷത്തെ പഠനത്തിന് ശേഷമാണ് ഈ കളമ്പാട്ടിൻ്റെ വരയായാലും പാട്ടായാലും ഒക്കെ പഠിക്കലുണ്ടായിരുന്നു. കാരണം അച്ഛന് ഒറ്റയ്ക്ക് എത്താതെ കൊണ്ടായപ്പോൾ നിർബന്ധിതനായതാണിത് പഠിക്കാനായിട്ട്. അപ്പോൾ ഈ കലാമണ്ഡലത്തേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് തായമ്പക കൂറ് വരെ പഠിച്ചു എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കലാമണ്ഡലത്തിലേക്ക് പോകാനുള്ള സാഹചര്യം, കലാമണ്ഡലത്തിലെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അവിടുത്തെ പഠനം ഒക്കെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? അത് ഈ പേപ്പറിൽ അച്ഛൻ കണ്ടിട്ട് പിന്നെ ബാലസുന്ദരാശൻ പറയുകയും ചെയ്തു, കലാമണ്ഡലത്തേക്ക് ഒന്ന് അപ്ലൈ ചെയ്താൽ ആശാനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു തരാമെന്നും പിന്നെ നമ്മുടെ KG വാസുമാഷ്, കലാമണ്ഡലത്തിലെ വാസുമാഷും അച്ഛനും വലിയൊരു സൗഹൃദം പുലർത്തുന്ന ആളാണ്. അതുപോലെ നമ്മുടെ മട്ടന്നൂരാശൻ, ഇവരൊക്കെ കാര്യമായിട്ട് എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. കലാമണ്ഡലത്തിലെ ഭരണാധികാരികളോടും എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുനാഥന്മാരോടൊക്കെ പറഞ്ഞത് പ്രകാരം എനിക്കവിടെ 8ാം ക്ലാസ്സിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെയാണ് ഞാൻ കലാമണ്ഡലത്തിൽ 5 വർഷത്തെ കോഴ്സ് ചെയ്യാൻ സാധിച്ചത്. എങ്ങനെയാണ് അതൊരു നാട്ടിലത്തെ പഠനവും കലാമണ്ഡലത്തിലെ പഠനവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? പ്രയോഗതലത്തിലോ അല്ലെങ്കിൽ അനുഭവതലത്തിലോ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ? കലാമണ്ഡലത്തിലേക്ക് പോകുന്നത് വരേക്കും അവിടെ കഥകളിക്കൊട്ടിനാണ് പ്രാധാന്യം എന്നുള്ളൊരു വിഷയം കൃത്യമായിട്ട് ധാരണയിലില്ല. ചെണ്ട പഠിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് കഥകളി കൊട്ട് എന്നുള്ള വിഷയമാണ് അവിടെ പ്രാധാന്യം. തായമ്പയുടെ ആദ്യ ഭാഗങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് പിന്നെ കഥകളി
കുട്ടലെ പുറപ്പാട്, മേളപ്പലം, കേളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീടാണ് പഠിപ്പിക്കുന്നുണ്ട്. പൊതുവെ പഠിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഈ കഥകൾ കൊട്ട് എന്നുള്ളൊരു എന്നെ സംബന്ധിച്ചൊരു എന്താ അറിയില്ല, അതിനോടൊരു ഒരു ഒരു ഭയം പൊതുവെ ഇപ്പോഴും ഉണ്ട്. ഭാഷാൻ വിളിച്ചിട്ട് എവിടെയെങ്കിലും പുണ്യശാസനായാലും അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ വെള്ളിനഴി കാന്നുള്ളൊരു ഉത്സവം നടക്കുമ്പോൾ ആനന്ദേട്ടനെ പോലുള്ളവരുന്ന് രഘുവിനെ കളിക്ക് ഉൾപ്പെടുത്തട്ടെ എന്ന് ചോദിച്ചാൽ എന്തോ അറിയില്ല, അതിനോടൊരു ഒരു അറിയായല്ല, ഒരു പേടിയാണ് ഇപ്പോഴും. ഇടയ്ക്ക് ഉണ്ണിശാസൻ വിളിച്ച് പറയും എവിടെയെങ്കിലും കളിയിലൊക്കെ ഒന്ന് പങ്കെടുക്കല്ലേ എന്ന് വെച്ചാൽ ആശാന്മാർ ചോദിക്കുമ്പോൾ വയ്യാന്ന് പറയാനുള്ളൊരു പേടിയുണ്ട്. പക്ഷേ കളിക്ക് കൊട്ടാൻ നല്ല ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ എന്തോ ഒരു ഇപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു പേടിയാണ്. ഒരു പുറപ്പാട് കൊട്ടാൻ പറഞ്ഞാൽ കൂടി അറിയായല്ല, പക്ഷെ അരങ്ങത്ത് കയറി ഒരു എന്താ അറിയില്ല, അങ്ങനെയാണ്. അപ്പോൾ 4 കൊല്ലം പഠിച്ചു. പിന്നെ 5 കൊല്ലം പഠിച്ചു. 5 കൊല്ലം പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കണ്ടായി? ഇല്ല, +2 വരെ ഉണ്ടായി. അന്ന് അപ്പോൾ അന്ന് ഡിഗ്രി ചേരുന്ന കാലത്ത് സ്കൂള് ആണുണ്ടായിരുന്നത് അർത്ഥം? അതെ, 8, 9, 10, +1, +2. അപ്പോൾ 8ാം ക്ലാസ്സിലേക്കുള്ള പഠനമാണ് അവിടെ ഉണ്ടായിരുന്നത്. 8ാം ക്ലാസ് മുതലുള്ള പഠനം അല്ലേ? അപ്പോൾ അക്കാലത്ത് ഡിഗ്രി കോഴ്സ് തുടങ്ങിയിട്ടുണ്ടോ? ഞങ്ങൾ പോകുന്നതിന് ശേഷമാണ് ഡിഗ്രി തുടങ്ങിയത്. അപ്പോൾ ഒരു 2005, 2006 കാലത്ത് അതെ അല്ലേ? ആ കാലത്താണ് ഡിഗ്രി തുടങ്ങിയത് അർത്ഥം. അപ്പോൾ ഡിഗ്രിക്ക് വേണ്ടി നിൽക്കേണ്ടി വന്നില്ല? ഇല്ല. അതിനു മുമ്പ് +2 കഴിഞ്ഞപ്പോൾ തൽക്കാലം ഓരലാണ് ഉണ്ടായത്. അപ്പോൾ ഈ +2 വരെയുള്ള പഠനത്തിൽ കഥകളി കൊട്ടിൻ്റെ ഏതൊക്കെ തലത്തിൽ വരെ എത്തി എന്നൊന്ന് ഓർക്കാൻ പറ്റുമോ? അത് ഓരോ കൊല്ലം ഓരോ ആശാന്മാരാവുകൊണ്ട് അടുത്ത കൊല്ലം പുറപ്പാട്, മേളപ്പലം ഉണ്ടായി. 2ാമത്തെ കൊല്ലം പിന്നെ പുറപ്പാടും മേളപ്പലും കേളിയും പഠിപ്പിക്കലുണ്ടായി. 3ാമത്തെ കൊല്ലം ഈ മേളപ്പത്തിലെ എണ്ണങ്ങളൊക്കെ മാറ്റി പുറപ്പാടിലെ 4 നോക്കിലെ എണ്ണങ്ങളായിട്ട് 3 നോക്ക് വരെയുള്ള കാര്യങ്ങൾ എണ്ണങ്ങളായിട്ട് പറഞ്ഞു തന്ന്, പിന്നെ കഥകളിയിലെ വട്ടം ചിലാശം അങ്ങനെയുള്ള തോങ്കാരം, കടനീന്തം, അതുപോലെ തെരനോക്കുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് അത്യാവശ്യം ചെറിയ ചെറിയ വേഷങ്ങൾക്കൊക്കെ കൂട്ടമ്പലത്തിൽ കൊട്ടാനും സാധിച്ചിട്ടുണ്ട്. അതുവരെയാണ് കാര്യമായിട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ പഠിക്കുന്ന കാലത്ത് ചൊല്ലിയാട്ടക്കളരിയിൽ ഏതെങ്കിലും പിന്നെ കഥയ്ക്ക് കൊട്ടിയതോ അല്ലെങ്കിൽ വേഷങ്ങൾക്ക് കൊട്ടിയതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇനി രാത്രി ക്ലാസ് അവിടെ അക്കാലത്ത് ഉണ്ടായിരുന്നുവോ, അതോ മറ്റെന്തെങ്കിലും കഥകളി അരങ്ങല്ലാതെ പരിശീലനത്തിന് വേണ്ടിയിട്ട് മറ്റേതൊക്കെ മാർഗങ്ങളാണ് നമുക്ക് അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്നത്? അവിടെ കഥകളികൾ കഥയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ചൊല്ലിയാട്ടക്കളരിയിൽ ഇപ്പോൾ ഗോപാലകൃഷ്ണനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ലവണാസുരൂപം, ലഘുഷന്മാർ, അതുപോലെ ലവണാസുരൂപത്തിൽ തന്നെ ഹനുമാൻ്റെ ഭാഗം, അതുപോലെ നരകാസുരൂപത്തിലെ നരകാസുരൻ്റെ വേഷത്തിന് ഡബിളായിട്ടുള്ള ചൊല്ലിയാട്ടങ്ങൾ, അതുപോലെ താടിത്തെരനോക്കിനുള്ള തെരനോക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളരിയിൽ തെക്കൻ കളരി ആയാലും വടക്കൻ കളരി ആയാലും ആശാന്മാരുടെ കൂടെയും അല്ലെങ്കിൽ സീനിയറായിട്ടുള്ള ഏട്ടന്മാരുടെ കൂടെയൊക്കെ ചൊല്ലിയാട്ട കളരിയിലും പങ്കെടുക്കാനൊക്കെ ഉണ്ടായിട്ട്. രാത്രി ക്ലാസ് ഞങ്ങൾ ചെന്ന കൊല്ലം മുതൽക്ക് പൊതുവേ രാത്രി ക്ലാസ്സുകളില്ല. അപ്പോൾ ചില കഥകൾക്ക് ചൊല്ലിയാട്ടക്കളരിയിൽ, ചില കഥകൾക്ക് അരങ്ങിൽ ഒക്കെ കൊട്ടിയിട്ടുണ്ട്. അത് തെക്കൻ ചിട്ടയും വടക്കൻ ചിട്ടയും രണ്ടും ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. വടക്കൻ ചിട്ടയിലും ഉണ്ടായിട്ടുണ്ട്, തെക്കൻ ചിട്ടയിലും ഏട്ടന്മാരുടെ കൂടെ കൊട്ടാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ കലാമണ്ഡലത്തിലെ പഠനം പൂർത്തിയാക്കി അല്ലെങ്കിൽ അവിടെ നിന്ന് താൽക്കാലികമായിട്ട് ഇങ്ങോട്ട് പോരേണ്ടി വന്നു. പിന്നീട് ആദ്യത്തെ ഒരു 4 കൊല്ലം എന്താണ് ശരിക്കും ഉണ്ടായത്? അവിടുന്ന് കലാമണ്ഡലത്തിൽ ഇറങ്ങിയതിന് ശേഷം അവിടെ കലാമണ്ഡലത്തിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ പാട്ട് അച്ചുവാസൻ മുഖാന്തരം ഇടയ്ക്ക് മഞ്ചേരി ഹരിയേട്ടൻ്റെ പ്രോഗ്രാമുകൾക്ക് ഇടയ്ക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ണിശാസൻ പറഞ്ഞ പ്രകാരം ഇടയ്ക്ക് മട്ടന്നൂർ ആശാൻ്റെ ചില മേളങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അതിലും പോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ അച്ചുവാസാൻ്റെ ആവശ്യപ്രകാരം ഹരിയേട്ടൻ്റെ കമ്പനിയിൽ അല്ലെങ്കിൽ ഹരിയേട്ടൻ്റെ ടീമിൽ പോയി പരിചയം ഉണ്ടാവുകൊണ്ട് ഇടയ്ക്ക് കോഴ്സ് കഴിഞ്ഞ സമയത്ത് ഇടയ്ക്ക് ഹരിയേട്ടൻ ചില ആവശ്യങ്ങൾക്കായിട്ട് ഹരിയേട്ടനും അച്ചുവാസാൻ്റെ അനിയൻ ചത്തല്ലൂർ ദാസേട്ടൻ
ഒരു രണ്ടാളും ഇങ്ങനെ പലപ്പോഴായിട്ട് തന്നെ പല പ്രോഗ്രാമുകൾക്ക് പങ്കെടുപ്പിക്കാറുണ്ട്. അങ്ങനെ പതിയെ പതിയെ ഹരിയേട്ടൻ്റെ ടീമിലൊരു നിത്യം ആവശ്യക്കാരെന്നുള്ള രീതിയിൽ എനിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ കലാമണ്ഡലത്തിലെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഒരു ഘട്ടത്തിൽ പിന്നീട് കോഴ്സ് കഴിഞ്ഞ കാലം അല്ലെങ്കിൽ കോഴ്സിൻ്റെ കാലം 5 വർഷമാണെങ്കിൽ പിന്നത്തെ ഒരു 5 വർഷം ആദ്യത്തെ ഒരു പരിശീലന പ്രയോഗ കാലമായിട്ട് കണക്കാക്കാം, മേളത്തിൻ്റെയോ തായമ്പകയുടെയോ ഒക്കെ മേഖലയിൽ അല്ലേ? അതെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കലാമണ്ഡലത്തിൽ നിന്ന് കൊട്ട് പഠിച്ച് ഇറങ്ങി പിന്നെ നമുക്ക് പൊതുസമൂഹത്തിൽ കൊട്ടുമ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഉപകാരം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ അതുകൊണ്ട് ഗുണം ഉണ്ടായിരുന്നോ, അതുകൊണ്ട് ഏത് തരത്തിലാണ് അത് പ്രയോഗത്തിൽ നമുക്ക് ഗുണപ്പെട്ടതെന്ന് പറയാൻ പറ്റുമോ? കലാമണ്ഡലത്തിലെ 5 വർഷത്തെ കോഴ്സ് കൊണ്ടാണ് എനിക്ക് ചെണ്ടയിലെ കൃത്യമായിട്ടുള്ളൊരു ഈ ചെണ്ട എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് കൃത്യമായിട്ട്, അതായത് കോലിൻ്റെ ഏത് ഭാഗത്ത് അല്ലെങ്കിൽ ചെണ്ടയുടെ ഏത് ഭാഗത്ത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് കലാമണ്ഡലത്തിൽ 5 വർഷത്തിൻ്റെ ഗുരുനാഥന്മാരുടെ പഠിപ്പിക്കലിൻ്റെ ഒരു ഗുണം എനിക്ക് നല്ലപോലെ ഇപ്പോഴും അത് കൃത്യമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു കേളി കൊട്ടായാലും അല്ലെങ്കിൽ ഒരു തായമ്പ് കൊട്ടായാലും അതിൻ്റെ കയ്യും കോലും യഥാസ്ഥാനത്ത് കൊട്ടാൻ പറ്റിയത് കലാമണ്ഡലത്തിലെ 5 വർഷത്തെ കോഴ്സിൻ്റെ ഒരു ഗുണം കൊണ്ട് മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ മഞ്ചേരി ഹരിയേട്ടൻ്റെ കൂടെ അല്ലെങ്കിൽ മറ്റ് കലാകാരന്മാർ കൂടെ മേളത്തിനോ തായമ്പകകൾക്കോ പോയതുകൊണ്ട് പിന്നെ തായമ്പക സ്വതന്ത്രമായിട്ട് കൊട്ടണമെന്നോ തായമ്പക വിപുലീകരിക്കണം എന്നോ മറ്റാരുടെയും കൂടെ കൊട്ടാനുള്ള സാധ്യതകൾ കണ്ടെത്തണമെന്നോ തോന്നലോ അതിൻ്റെ അവസരം ഉണ്ടായിട്ടുണ്ടോ? ധാരാളം ഈ പറഞ്ഞ കൂട്ടത്തിൽ തായമ്പക കലാമണ്ഡലത്തിൽ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വെള്ളിനഴി തന്നെയാണ് മട്ടന്നൂരാശൻ താമസം. അതുപോലെ ശ്രീകാന്തേട്ടൻ ശ്രീരാജേട്ടൻ അവരുടെ കൂടെ കർക്കിടക മാസത്തിൽ സാധകം ചെയ്യുന്ന സമയത്ത് എനിക്ക് അവരുടെ കൂടെ ഒരു 5-6 കൊല്ലം സാധകം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ശ്രീകാന്തേട്ടനും ശ്രീരാജേട്ടനും അവർക്ക് ഒഴിവുള്ള സമയത്ത് തന്നെ ആ കാലത്ത് പോരൂർ ഉണ്ണിഷേട്ടനും ആ സാധക ടീമിലുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഞാനും എൻ്റെ കൂടെ കലാമണ്ഡലത്തിൽ പഠിച്ചൊരു കൊയിലാണ്ടിയുള്ളൊരു പ്രജുൽ, ഞങ്ങൾ 2 ആളാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഞങ്ങൾ ഇടയ്ക്ക് ശ്രീരാജേട്ടനൊക്കെ രാവിലത്തെ നേരം തായമ്പ കുറേശ്ശെ കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തായമ്പയുടെ കുറച്ച് ഉപരിപഠനം അങ്ങനെ നടന്നിട്ടുണ്ട്. പിന്നെ സ്വന്തമായിട്ട് അത്യാവശ്യം കണ്ടതും കേട്ടതും അല്ലെങ്കിൽ സ്വന്തമായിട്ട് മനസ്സിലാക്കിയിട്ടും അത്യാവശ്യം ഒറ്റയ്ക്കായാലും ഡബിളായിട്ടും ത്രിബിളായിട്ടും ഒക്കെ ഇപ്പോൾ അത്യാവശ്യം തായമ്പകൾ കൊട്ടാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറയണ്ടായല്ലോ, ഇപ്പോൾ ശ്രീകാന്ത് ശ്രീരാജ് പോരൂർ ഉണ്ണീഷൻ അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പരാമർശിച്ച പ്രജുൽ അല്ലെങ്കിൽ അവർ എത്ര കണ്ട് ഈ ഭാഗത്തേക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് അറിയില്ല. എങ്ങനെയായാലും ഇവരുടെയൊക്കെ സാന്നിധ്യം കൊണ്ട് അക്കാലത്ത് ഈ നിലാവ് സാധകം എന്ന് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിലാവ് സാധകത്തിൽ ഏതെങ്കിലും തരത്തിൽ പങ്കെടുക്കുന്നുണ്ടായിട്ടുണ്ടോ? ഈ ശ്രീകാന്തേട്ടൻ്റെയും ശ്രീരാജേട്ടൻ്റെയും ആ ഒരു കാലഘട്ടത്തിൽ അവരുടെ നിലാവ് സാധകം ചെയ്യുന്ന സമയത്ത് എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. ഇവിടെ ചെർപ്പശ്ശേരി കല്ലൂർ ഉണ്ണിഷേട്ടൻ്റെ അണ്ടറിലൊരു ഞങ്ങളൊരു 6 പേര് 2016 ഒരു നിലാവ് സാധകത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കലാമണ്ഡലത്തിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞ് കലാമണ്ഡലത്തിൽ ഇപ്പോൾ 2000 ചേർന്ന് 2005 പിന്നെ ഒരു 5 വർഷം ഹരിയേട്ടൻ്റെ കൂടെ ഇപ്പോൾ ഒരു 10 പിന്നീട് ഒരു 6 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ നിലാവ് സാധകത്തിൻ്റെ ഘട്ടത്തിലേക്ക് എത്തിയത് അല്ലേ? അതെ. എങ്ങനെയാണ് ഈ നിലാവ് സാധകത്തിൻ്റെ ക്രമങ്ങൾ എന്ന് പറയാൻ പറ്റുമോ? എന്താണ് നിലാവ് സാധകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഓരോ ദിവസത്തെയും ക്രമങ്ങൾ? നിലാവ് സാധകത്തിൻ്റെ മെയിൻ ഉദ്ദേശം നമുക്ക് അതിയായ സാധകം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ട്. നമ്മുടെ ശാരീരികമായിട്ട് ഈ ഒരു വിഷയത്തെ ഏത് രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ട, എത്ര മണിക്കൂർ കണക്കായാലും ശാരീരികമായിട്ടൊരു അധ്വാനമില്ലാതെ ചെയ്യാൻ പറ്റാൻ വേണ്ടി നമ്മുടെ ശരീരത്തെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ സൂര്യൻ അസ്തമിച്ച സമയം തൊട്ട് ഓരോ നാഴിക കൂടി അങ്ങനെ 15ാമത്തെ ദിവസം 12 മണിക്കൂർ കൊട്ടി തിരിച്ച് വരുമ്പോൾ ഓരോ നാഴിക കുറഞ്ഞ് അവസാനത്തെ 2ാമത്തെ 15ാമത്തെ ദിവസം ആകുമ്പോൾ തുടങ്ങിയ സമയമായിട്ട് അവസാനിപ്പിക്കലാണ് നിലാവ് സാധകം കൊണ്ട്
ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം അങ്ങനെയാണ്. ഏകദേശം ആദ്യത്തെ ദിവസം ഒരു 3/4 മണിക്കൂറാണ് ഉണ്ടാവുക. അതെ അല്ലേ? അതെ. പിന്നത്തെ ദിവസം ഒരു 1.5 മണിക്കൂർ. അപ്പോൾ അങ്ങനെ 3/4 മണിക്കൂർ വീതം 15 ദിവസം കൊണ്ട് 12 മണിക്കൂർ കൊട്ടുക അല്ലേ? പിന്നീട് അത് കുറഞ്ഞു വരിക. ഈ 3/4 മണിക്കൂർ കുറഞ്ഞ് 15-ൽ നിന്ന് 14.15 ആവുക അല്ലേ? 13.5 ആവുക. അങ്ങനെ കുറഞ്ഞ് 3/4 മണിക്കൂറിലേക്ക് എത്തുക. അപ്പോൾ ഇതിൽ നമ്മൾ ചെണ്ട ഏറ്റിയിട്ടനല്ലേ ഇത് ചെയ്തിരുന്നത്? അപ്പോൾ ഈ 12 മണിക്കൂർ കൊട്ടുമ്പോൾ അവസാനമൊക്കെ എത്തുമ്പോഴേക്കും ശാരീരികമായിട്ട് ചെണ്ട ഏറ്റി നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, ആദ്യത്തെ 15 ദിവസം നമുക്ക് കുറച്ച് സമയം ഉറങ്ങാനുള്ളൊരു സമയം പറ്റിയിരുന്നു. കാരണം സൂര്യൻ അസ്തമിച്ച് ഒരു 10 മിനിറ്റെങ്കിലും ഒരു 15 മിനിറ്റെങ്കിലും നമുക്ക് ഉറങ്ങാനുള്ളൊരു ഗ്യാപ്പാണ്. തിരിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്തായിരുന്നു. അപ്പോൾ 15 അടുത്ത 12 മണിക്കൂർ കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മളൊരു ലേശം നേരം ഉറങ്ങിയിട്ട് പോയിട്ട് കൊട്ടണം. മറ്റത് നമുക്ക് കൊട്ട് കഴിഞ്ഞ് വന്നാൽ വിശ്രമിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചുള്ള പോക്കിൽ 5, 10, 15 മിനിറ്റ് ഉറങ്ങിയിട്ടാണ് പിന്നെ പോയി കൊട്ടുന്നത്. ആ ഒരു തിരിച്ച് മടക്കം അല്ലെങ്കിൽ സമയം കുറഞ്ഞു വരുന്ന സമയത്ത് ഒരു 18-ാമത്തെ ദിവസത്തിലൊക്കെ എന്നെ സംബന്ധിച്ച് ഞാൻ കൊട്ടുന്നതിനിടയ്ക്ക് എന്തൊക്കെ ചെയ്തിരുന്നു എന്നുള്ളത് നമ്മുടെ ഒരു സ്വന്തമായിട്ടൊരു ബോധമില്ലാത്തൊരു ദിവസമൊക്കെ ഉണ്ടായി എന്നൊക്കെ നമ്മുടെ ഒപ്പം കൊട്ടിയ ആൾക്കാർ പറയുണ്ടായി. ശാരീരികമായിട്ട് ചെണ്ട ഏറ്റി നിന്നിട്ട് വയ്യാത്തതുകൊണ്ടോ കൊട്ടാൻ പറ്റാത്തതോ? അല്ല, അത് ഈ ഉറക്കമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കാരണം അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ അതിൽ നമ്മൾ പാലിക്കേണ്ട ചില ഭക്ഷണക്രമങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് മിതമായിട്ടുള്ള ഭക്ഷണമായിരുന്നു. രാത്രി കഞ്ഞി, ഒരു ചമ്മന്തിയോ അല്ലെങ്കിൽ ഒരു ഉപ്പിലിട്ടതോ അല്ലെങ്കിൽ ഒരു പപ്പടോ, അത്രേ മിതമായിട്ടുള്ള ഭക്ഷണമാണ്. പിന്നെ പകൽ ഉറങ്ങാൻ പാടില്ല, പൊതുവെ യാത്രകൾ ആ സമയത്ത് വേണ്ട എന്നൊക്കെ ഉണ്ണിച്ചേട്ടൻ തുടങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 ദിവസം എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് രാത്രി പകൽ ബൈക്ക് യാത്ര പറ്റില്ല. അതുപോലെ ഭക്ഷണം എല്ലാവർക്കും ഇവിടെ ഒരുത്തിയിൽ നമ്മൾ തയ്യാറാക്കും. അതെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിച്ച് എല്ലാവരും പൊതുവെ എങ്ങോട്ടും പോകണ്ടെന്നുള്ള രീതിയിൽ നമ്മുടെ ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവൽ അതിൻ്റെ അമ്പലത്തിൻ്റെ ഒരു സ്ഥലത്ത് അതിനു വേണ്ടി തയ്യാറാക്കി അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ ഈ നിലാവ് സാധകം ചെയ്യുമ്പോൾ 12 മണിക്കൂർ തുടർച്ചയായിട്ട് തക്കിട്ടയോ തരികിടയോ വലന്തക്കിട്ടയോ ഇടന്തക്കിട്ടയോ കൊട്ടുന്നതിലപ്പുറം എന്തെങ്കിലും കൊട്ടിയിരുന്നോ? അവിടെ ഈ തക്കിട്ട എന്നുള്ളൊരു അല്ലെങ്കിൽ ഈ 4 പാടക്കൈ എല്ലാവരെ കണ്ട് ഉണ്ണിച്ചേട്ടൻ ഈ നിലാവ് സാധകത്തിന് വേണ്ടിയിട്ടൊരു പ്രത്യേക തരം തക്കിട്ട് തന്നെയാണ്. അതിൽ ഒരു വ്യത്യസ്തമായിട്ട് ഒരു കാര്യം ആണ് ഞങ്ങൾ നിലാവ് സാധകാലത്ത് ചെയ്തിട്ടുണ്ടായത്. അത് മനോധർമ്മങ്ങൾ പോലെയാണോ? അത് ഒരു സ്വാധീനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണോ? സാധകം ഉണ്ടാവാനുള്ളൊരു കൈ വഴങ്ങാമെന്നുള്ള രീതിയിലുള്ളൊരു കാര്യം തന്നെയാണ്. അതിന് ഈ പറഞ്ഞ കൂട്ടത്തിൽ പല രീതിയിലും അടകൾ മാറ്റിയിട്ടായിട്ടും അങ്ങനെ. പിന്നെ അതിൽ ചില സമയത്ത് വല്ലാണ്ട് സമയം ദീർഘം വരുന്ന ദിവസങ്ങളിൽ അതിൽ ഓരോ നടയിലുള്ള എണ്ണങ്ങളായിട്ടും അതിനെ ചുരുക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യലുണ്ടായിട്ടുണ്ട്. അപ്പോൾ സാധകം ചെയ്യാനും, അതായത് തക്കിട്ട വേഗത്തിൽ മറയ്ക്കാനും, കയ്യിൻ്റെ കോലിൻ്റെ അമരമുണ്ടാവാനും, ചെണ്ടയേറ്റി നിന്ന് സ്വാധീനം ഉണ്ടാവാനും ഒക്കെ ഇതിന് പറ്റിയിട്ടുണ്ട് എന്നർത്ഥം. അല്ലേ? സാധകം കൊണ്ട് അങ്ങനൊരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ 10-30 ദിവസം വിവിധ തരത്തിലുള്ള കലാകാരന്മാർ പങ്കെടുത്ത് ഒരു സംഭവം, അതായത് ഈ നിലാവ് സാധകം നടക്കുമ്പോൾ നമ്മൾ വാദ്യമേഖലയിലേക്ക് പുതിയതെന്തെങ്കിലും കണ്ടെത്തണം എന്നുള്ളൊരു തോന്നലോ പ്രയോഗമോ അക്കാലത്ത് ഉണ്ടാവാറുണ്ടോ സാധാരണഗതിയിൽ? ഞങ്ങൾ ഇപ്പോൾ ഉണ്ണിച്ചേട്ടൻ ആ സമയത്ത് ചില അടമ്പക്കൂറുകളിലെ ചില കാര്യങ്ങൾ അവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് ഞങ്ങളെ പറഞ്ഞു തരാനുള്ള ചില ദിവസങ്ങളാണ്. ഉണ്ണിച്ചേട്ടൻ ഈ പറഞ്ഞ കൂട്ടത്തിൽ ചില ദിവസങ്ങളൊന്നും സമയം കിട്ടാറില്ല. കിട്ടുന്ന സമയത്ത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഈ പറഞ്ഞ കല്ലൂർ രാമകൃഷ്ണനൊക്കെ ആ സമയത്ത് അവിടെ കുറേ പേര് അവിടെ ഈ സമയത്ത് നിലാവ് സാധകാലത്ത് അവിടെ വന്നു പോലൊക്കെ ഉണ്ടായി. അപ്പോൾ അവരായിട്ടൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കാനൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ നിലാവ് സാധക സമയത്ത് വാദ്യമേഖലയിൽ പല പ്രശസ്തരും വന്ന് പങ്കെടുക്കാറുണ്ടെന്നർത്ഥം. ഓരോ ദിവസങ്ങളില്ലെങ്കിൽ കൂടിയും ആ സമയത്ത് അവിടെ അവരുടെ സാന്നിധ്യം ഉണ്ടാവാറുണ്ട്. ശരി, അത് ഈ കൊട്ടിനും നിങ്ങൾക്ക് ഒരു പ്രചോദനമാണ് ശരിക്കും ഉണ്ടായിട്ടുള്ളത് അല്ലേ? തീർച്ചയായിട്ടും.
അപ്പോൾ ഇങ്ങനെ നിലാവസാധകം പങ്കെടുത്ത് കഴിഞ്ഞിട്ട് ഒരു 30 ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 40ാമത്തെ ദിവസം നമുക്കൊരു പുതിയ ഒരു ആവേശമോ ഒരു ആത്മവിശ്വാസമോ കൂടുതൽ കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ നിലാവ് കഴിഞ്ഞ് ഞങ്ങൾ അയ്യപ്പൻകാവിലൊരു കേളിയും ഒക്കെ അവതരിപ്പിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞത്. അപ്പോൾ കുട്ടിന് കുറച്ചും കൂടിയും അനായാസത തോന്നുന്നുണ്ടായിട്ടുണ്ടോ? ഒരു മാനസികമായിട്ടൊരു അതുവരെ ഉള്ളതിനേക്കാട്ടിലൊരു ഉന്മേഷം ചെയ്യാൻ കുറച്ചും കൂടി സ്വാധീനമായിട്ട് ഉണ്ടായിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇപ്പോൾ 2-3 ഘട്ടങ്ങളാണ് ഇപ്പോൾ രഘു പറയുണ്ടായത്. അതായത് കലാമണ്ഡലത്തിൽ ചേരുന്നതിന് മുമ്പ്, കലാമണ്ഡലത്തിൽ ചേർന്നതിന് ശേഷം മഞ്ചേരി അരിയേട്ടൻ്റെ കൂടെ പോയിട്ട്, പിന്നെ ഒരു നിലാവസാധകത്തിൻ്റെ മറ്റൊരു നമ്മുടെ വാദ്യമേഖലയ്ക്കുള്ള മറ്റൊരു പ്രയോഗതലം, ഇതൊക്കെ ചെയ്തിട്ട് എപ്പോഴെങ്കിലും നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അച്ഛനായിട്ട് ബന്ധപ്പെട്ട അനുഷ്ഠാനമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും കല പഠിക്കണമെന്നോ പരിശീലിക്കുകയോ പോവുകയോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഈ കളമ്പാട്ടിൻ്റെ വിഷയത്തിൽപ്പെട്ടതാണ് ഈടുംകൂറും കളപ്രദർശനം അല്ലെങ്കിൽ വെളിച്ചപ്പാട് പാട്ട് സംബന്ധിച്ചിട്ടുള്ളൊരു വിഷയം. അപ്പോൾ അതും കലാമണ്ഡലത്തിൽ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ പെങ്ങളുടെ ഭർത്താവിൻ്റെ അച്ഛൻ പരിയാരമിട്ടൊരു രാമചന്ദ്രക്കുറുപ്പിൻ്റെ അടുത്ത് ഈടുംകൂറും കപ്പറേഷൻ എന്നുള്ളൊരു വെളിച്ചപ്പാട് നൃത്തം പഠിച്ച് അവിടെ അരങ്ങേറ്റം നടത്തി. പിന്നെ കളമെഴുത്തും പാട്ടിൻ്റെയും വിശദമായിട്ടൊരു പഠനം അതിൻ്റെ ബാലപാഠങ്ങൾ അച്ഛൻ്റെ അടുത്തും പിന്നെ പട്ടാമ്പിക്കടുത്തുള്ളൊരു കല്ലാറ്റ് ബേബിക്കുറുപ്പ് എന്നുള്ള ഗുരുനാഥൻ്റെ അടുത്തും, പിന്നെ ഈ കൊട്ടാൻ പോകുന്ന പല അമ്പലങ്ങളിലും നമ്മളെ ബന്ധുക്കളും അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ട ഏട്ടന്മാരോ പോകും. അപ്പോൾ അവരുടെ കൂടെയൊക്കെ പോയി കൊട്ടുന്നത് വരേക്കുള്ള സമയം അവർ നമ്മളെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ കൃത്യമായിട്ട് വൃശ്യമാസം മുഴുവനായിട്ടും മണ്ഡലം 41 വരേക്ക് അച്ഛന് 3-4 ദിക്കിൽ കളമ്പാട്ടിൻ്റെ അടിയന്തരം ഉണ്ടാവുകൊണ്ട് വൃശ്യത്തിൽ ഒരു ഭാഗത്ത് ഒരു അമ്പലത്തിൽ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ വൃശ്യം കഴിയുന്ന വരേക്ക് സ്വതേ കൊട്ടാൻ പോകാൻ 9 മണിക്ക് ശേഷം ഉണ്ടെങ്കിൽ കൊട്ടാൻ പോകാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ പകരം ഒരാളെ ആക്കിയിട്ട് ഒക്കെയാണ് ഇപ്പോൾ കൊട്ടാൻ പോകാൻ പറ്റാറുള്ളൂ. നമ്മളിപ്പോൾ കഥകളി പഠനം കലാമണ്ഡലത്തിൽ ഉണ്ടായല്ലോ, കഥകളീൻ്റെ കൊട്ട് പഠനം. ഇതിപ്പോൾ ഈടുംകൂറിനെ കുറിച്ച് പറയുണ്ടായി. ഈടുംകൂറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കൊട്ട് വേറെ പഠിക്കുക അതോ നൃത്തം ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കൊട്ടുക, അത് രണ്ടും സമാന്തരമായിട്ട് വേറെ വേറെ പഠിച്ച് കൊട്ടണോ, അതോ കൊട്ട് മാത്രം പഠിച്ചതുകൊണ്ട് നമുക്ക് ഈടുംകൂറും ചവിട്ടുന്നതിന് കൊട്ടാൻ പറ്റുമോ? ഞാൻ ഹരിയേട്ടൻ്റെ കൂടെ ഇപ്പോൾ കലാമണ്ഡലത്തിൽ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഹരിയേട്ടൻ്റെയും ദാസേട്ടൻ്റെയും കൂടെ പോയിട്ടാണ് ക്ഷേത്ര അടിയന്തര വിഷയങ്ങളും മുഴുവൻ എനിക്ക് പഠിക്കാൻ സാധിച്ചത്. അവരുടെ കൂടെ നിന്ന് അവരുടെ കൂടെ ഒപ്പം കൊട്ടിയും കണ്ടിട്ടും ഒക്കെയാണ് ഇന്നിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ കൊട്ട് ആദ്യം പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈടുംകൂറ് എന്നുള്ള വിഷയം ഹരിയേട്ടൻ്റെ കൂടെ നിന്ന് കൊട്ടി പഠിച്ചുകൊണ്ട് എനിക്ക് ഈടുംകൂറും നൃത്തം പഠിക്കാൻ വളരെ എളുപ്പമായിരുന്നു. കാരണം ആ ഒരു കൊട്ടി പരിചയം ഉണ്ടാവുകൊണ്ട് അത് കാല് എങ്ങനെ ഈടുംകൂറിൽ ഇപ്പോൾ ഇണക്കുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആദ്യം അതിൻ്റെ ഒരു രൂപം കാണിച്ച് പിന്നീട് വരുമ്പോൾ അതിനെ 3 രൂപം ഒരുമിച്ചാക്കിയിട്ടൊക്കെയാണ് ഈടുംകൂറിലും കൂറെന്നുള്ള ഭാഗത്തൊക്കെ വരുന്നത്. അപ്പോൾ ഈ കൊട്ട് എന്നുള്ള വിഷയം ആദ്യം പഠിച്ചുകൊണ്ട് എനിക്ക് നൃത്തം പഠിക്കാൻ വളരെ എളുപ്പമായിരുന്നു. എന്നെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല ആ ഒരു വിഷയത്തിൽ. ഈ ഈടും കൂറും എന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ തായമ്പകയിൽ പതികാലം കൂറ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഈട് എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈട് എന്ന് പറഞ്ഞാൽ അത് നിർബന്ധിതമായിട്ടൊരു 3 ഈടാണ് ഇതിനുള്ളത്. ഒറ്റക്കോല് ഈട്, 3 കോല് ഈട്, 2 കോല് ഈട് അങ്ങനെയുള്ളൊരു ക്രമമാണ് ഇതിന് പറഞ്ഞിട്ടുള്ളത്. താളങ്ങളെ ബേസ് ചെയ്തിട്ടാണോ? അതെ അതെ. അപ്പം 3 കോല് ഈട് പറഞ്ഞാൽ ദീൻ ദീൻ ദീം ദീൻ ദീൻ ദീം ദീൻ ദീം ദീൻ ദീം 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 ഇങ്ങനെയാണ് 3 കോല് ഈട് എന്ന് പറഞ്ഞത്. 2 കോല് ഈട് പറഞ്ഞാൽ ദീൻ ദീം ദീൻ ദീം ദീൻ ദീൻ ദീം ഇങ്ങനെയാണ് 2 കോല് ഈട്. ഇങ്ങനെയാണ്. പിന്നെ വരുമ്പോൾ അത് കൂട്ടി അണച്ചിട്ടാണ് കൊട്ടായാലും ചവിട്ടായാലും വരുന്നത്. അതിൽ വിവിധ താളങ്ങൾ ചെമ്പട താളത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ചെമ്പട താളത്തിനെ ബേസ് ചെയ്തിട്ടാണ് അർത്ഥം അല്ലേ? അപ്പോൾ ഈട് കൂറായാലും അങ്ങനെ തന്നെയാണ്. ചെമ്പടേനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. ഈ ഈടിൻ്റെ ഒറ്റക്കോല്, ഇരട്ടക്കോല് അല്ലെങ്കിൽ കൂറിൻ്റെ പ്രാഥമിക ഘട്ടം അല്ലെങ്കിൽ അതിൻ്റെ മധ്യമഘട്ടം എന്നൊക്കെ പറയുന്നത്
വാദ്യകലാകാരൻ നിശ്ചയിക്കണതാണോ അതോ ഈ വെളിച്ചപ്പാട് നിശ്ചയിക്കണതാണോ? ഈടും കൂറിലെ ഈട് കൊട്ടുന്ന പൊതുവാള അല്ലെങ്കിൽ ആരാണോ കൊട്ടുന്നത് അവർക്ക് ഈട് അടുത്ത 3 എണ്ണം നിർബന്ധമാണ്, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ട് അതിനെ കൊട്ടാൻ പാടുമെന്നുള്ളതാണ്. കൂറ് എന്നുള്ള വിഷയത്തിൽ ഇപ്പോൾ കൊട്ടുന്ന ആളുടെ മനോധർമ്മത്തിനനുസരിച്ച് മുഴുവൻ ചെയ്യാൻ പറ്റും. നമ്മൾ അതിനനുസരിച്ചിട്ട് വെളിച്ചപ്പാട് അതെ, കൊട്ടുന്ന ആൾ എന്ത് ചെയ്തോ അത് ചെയ്യാൻ നിർബന്ധിതനാണ് വെളിച്ചപ്പാട്. എന്നാൽ കളപ്രതിഷ്ഠത്തിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ വെളിച്ചപ്പാട് ചെയ്യുന്നതിന് അനുസരിച്ച് കൊട്ടാൻ നിർബന്ധിതനാണ് കൊട്ടുന്ന ചണ്ടക്കാരൻ. ഈ ഈടിൻ്റെ അല്ലെങ്കിൽ കൂറിന് വരുന്ന താളങ്ങളോ ചുവടുകളോ അല്ലെങ്കിൽ അതിൻ്റെ കൊട്ടുകളോ ഈ കളപ്രദക്ഷിണത്തിന് ചവിട്ടുമ്പോൾ വരാറുണ്ടോ? കളപ്രദക്ഷിണൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഇല്ല. വീടിൻ്റെയും കൂറിൻ്റെയും വിഷയങ്ങൾ കളപ്രദക്ഷിണ ഭാഗത്തേക്ക് വരില്ല. ആദ്യം പടികാലത്തിൽ നമ്മൾ ചായമ്പയുടെ ചെമ്പടോട്ടത്തിൽ കൊട്ടുങ്ങൾ എണ്ണങ്ങൾ കൊട്ടി പടികാലം കലാശിച്ച് കഴിഞ്ഞാൽ പിന്നെ ഏകതാളത്തിലൊരു പ്രദർശനം ആയിട്ട് വരും. പിന്നെ അത് കഴിഞ്ഞാൽ ചില ആൾക്കാർ 3 ചോട്ടും, അല്ലെങ്കിൽ ചെമ്പതാളം 4-2-1, അല്ലെങ്കിൽ അടന്ത 5 കുംഭം എന്ന് പറഞ്ഞൊരു വിഷയം 4-3-2-1 എന്നുള്ള കുംഭം എന്നുള്ളൊരു താളം, കുംഭതാളം. അത് കഴിഞ്ഞ് പിന്നെ 3-5-7-9 ചിലവർ 11 ചോട്ടി പിന്നെ ഒരു 4 അരിപ്പക്കാല് വയ്ക്കാന്ന് പറഞ്ഞു. ഒരു ഇരട്ടി ചവിട്ടിയിട്ട് ഒരു 4-5 പ്രദർശനം കഴിഞ്ഞ് അങ്ങനെ അവസാനിപ്പിക്കുകയാണ് കളപ്രദക്ഷിണത്തിൽ ചെയ്യാറ്. ഇതിൽ അപൂർവ താളങ്ങൾ ആയിട്ട് ഏതെങ്കിലും കൊട്ട് ചെയ്യാറുണ്ടോ? അതായത് മുംബൈ പറഞ്ഞ കൂട്ടത്തിൽ ചെമ്പടോട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ 3-5-7 മാക്സിമം അത്രേ ആദ്യകാലത്തൊക്കെ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ വൈത്താരി ചൊല്ലാൻ പറ്റുമോ? ഈ 3-5-7 എന്നൊക്കെ പറയുന്നത് അപ്പോൾ 3 കൊട്ട് വെച്ചാൽ ദീം എന്നാണ് വെളിച്ചപ്പാട് കാല് വയ്ക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എനിക്ക് കലാമണ്ഡലത്തിൽ പഠിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഹരിയേട്ടൻ്റെയും കലാമണ്ഡലത്തിലെ കോഴ്സ് കൊണ്ടുണ്ടായൊരു ഗുണം എന്ന് വെച്ചാൽ കഥകളിക്ക് കൊട്ടിയിട്ട് അല്ലെങ്കിൽ ആ തെരനോക്കുകളൊക്കെ കൊട്ടിയിട്ടുള്ളൊരു കേട്ടിട്ടും കണ്ടിട്ടും പരിചയം കൊണ്ട് ഈ കളപ്രദക്ഷിണ ഭാഗത്ത് എനിക്ക് ഒരുപാട് ഗുണം കലാമണ്ഡലത്തിലെ ചെണ്ടപഠനം കൊണ്ടുണ്ടായിട്ടുണ്ട്. ഈ 3 കൊട്ടുമ്പോഴായാലും 5 കൊട്ടുമ്പോഴായാലും കളിക്ക് കൊട്ടുന്ന കുറേ കാര്യങ്ങൾ അതിൽ കൊട്ടാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 3 കൊട്ടുമ്പോൾ ദീന്ന് താളം പിടിക്കാൻ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അതിൽ പല കാര്യങ്ങളും കൊട്ടാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ കൊട്ടുന്നുണ്ട് ഇപ്പോഴും. ഇത് വലന്തലയിൽ മാത്രമാണോ ഇടന്തലയിൽ ചേർന്നിട്ടാണോ കൊട്ടുന്നത്? അല്ല, വലന്തലയാണ് 3 പിടിക്കുക. അപ്പം നമ്മൾ ആ വലന്തല 3 പിടിക്കുന്നതിനനുസരിച്ച് നമ്മളിവിടെ ഇടന്തലയിൽ കൊട്ടണം. അത് ശരി. ഇപ്പോൾ ഈ കളപ്രദക്ഷിണം എന്ന് പറയണ്ടായി, കളം ഏതൊക്കെ തരത്തിലുള്ള രൂപക്കളങ്ങളാണ് നമ്മൾ രൂപക്കളം എന്നല്ലേ ഇതിന് പറയാം അല്ലേ? അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള രൂപക്കളങ്ങൾ വരയ്ക്കാറുണ്ട്? അല്ലെങ്കിൽ ഇത്തരം വള്ളുവനാട്ടിൽ കൂടുതലും തിരുമാന്താംകുന്നിലേക്കാണ് 8 കൈയുള്ള ഭഗവതിക്കാണ് പാട്ട്. പിന്നെ 8 കൈയുള്ള രൂപക്കളാണുള്ളത്. പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ പനംകുറിശിക്കാവ്, അവിടെയും അതെ 8 കൈയുള്ള രൂപക്കളാണ്. ഈ രണ്ട് രൂപകളത്തിനും ഒരേ തരത്തിലുള്ള ആയുധങ്ങൾ ഒരേ തരത്തിൽ തന്നെയാണ്. ആയുധങ്ങൾ ഒരേ തരത്തിലാണ്, മറ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല. ഇല്ല. പിന്നെ വരയ്ക്കുന്ന ആളുടെ യുക്തിക്കനുസരിച്ച് നമ്മുടെ ആടയാഭരണങ്ങളൊക്കെ മാറ്റങ്ങൾ വരുത്താം, വ്യത്യാസം വരും. അതെ അല്ലേ? പിന്നെ ഉള്ളത് അയ്യപ്പൻ, വേട്ടക്കരൻ. വള്ളുവനാട് കുറവാണ് ഇപ്പോൾ, ഏറെക്കുറെ അമ്പലങ്ങളും ഈ രൂപങ്ങൾ വരച്ചതിനൊക്കെ പാട്ടുകൾ ഉണ്ട്. ഭഗവതിക്ക് സ്വതേ ഈ ഈടുംകൂറും കളപ്രദക്ഷിണം എന്ന് പറഞ്ഞ ചടങ്ങ് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ മറ്റുള്ള അമ്പലങ്ങളിലൊക്കെ കണ്ടിട്ട് അടുകൂടി ആയിക്കൂടെ എന്നുള്ളൊരു സംസാരം വന്ന് ഇപ്പോൾ പല ഭഗവതി ശരിക്കും ഉണ്ടാവാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പിന്നെ ഏതിനാണ് ശരിക്കും ഉണ്ടാവാറും? അതായത് വേട്ടക്കരൻ പാട്ടും അയ്യപ്പൻ പാട്ടിനാണ് കൂടുതലായിട്ടും നിർബന്ധമാണ് ഈ ഈടുംകൂറും കളപ്രദക്ഷിണമുള്ള വിഷയം. വേട്ടക്കരനും അയ്യപ്പനും അല്ലേ? അതെ. ശരി. അപ്പോൾ ഭഗവതിയുടെ കളപ്പാട്ടിനാണ് ഇല്ലാതിരുന്നത്. അതിന് ഈ കളഴിക്കൽ എന്ന് പറഞ്ഞൊരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. അതായത് കളം അഴിക്കൽ, അതായത് കളത്തിനുള്ളിൽ കിടന്ന് ഈ ഉള്ളിലെ കൂറയിടുക എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ താഴെ ഉള്ളിൽ 4 ദിക്കിൽ കുരുത്തോല തൂക്കിയുണ്ട്. അത് വാളുകൊണ്ട് വെളിച്ചപ്പാട് രൂപത്തിൽ വന്ന് വാളുകൊണ്ട് വെട്ടിയതിന് ശേഷം ഒരു 3 പ്രദക്ഷിണം 3 ഭാഗത്തും ഈ വെളിച്ചപ്പാട് എന്നുള്ളൊരു സമ്പ്രദായത്തിൽ 3 ഭാഗത്തും അത് പറഞ്ഞതിന് ശേഷം പിന്നെ 3 താളവട്ടം കൊണ്ട് വരട്ടി
വേഗതയിൽ പ്രദർശനം വെച്ചതിന് ശേഷം പീഠത്തലി ചാടി വീണ് ഇരുന്നതിന് ശേഷം അപ്പുറത്തിരുന്ന് കുറുപ്പ് പാട്ട് പാടും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു തവണ കൂടി ചെയ്തതിന് ശേഷമാണ് ഈ കളഴിക്കൽ എന്നുള്ള ചടങ്ങ് അവസാനിപ്പിക്കുക. അതായിരുന്നു പണ്ട് ഭഗവതിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഈ ഭഗവതിക്കും ഈടുംകൂറും കളപ്രദർശനവും പിന്നെ ഈ അവസാനം കളഴിക്കൽ എന്നുള്ള ചടങ്ങും. അപ്പോൾ കലാമണ്ഡലത്തിൽ ഞാൻ നേരത്തെ വീണ്ടും ആവർത്തിക്കുകയാണ്, കലാമണ്ഡലത്തിൽ പഠിക്കുന്നതിന് മുമ്പ് കൊട്ട് കുറച്ച് പഠിച്ചു, കലാമണ്ഡലത്തിൽ കുറച്ച് കാലം കൊട്ട് പഠിച്ചു. അതുകൊണ്ട് പിന്നെ തുടർന്ന് തായമ്പക മേളം കൊട്ടി, പിന്നെ ഈ ഈടുംകൂറിൻ്റെയും ഇത്തരം കൊട്ടുകളൊക്കെ വശാക്കി. ഇതിൻ്റെ ഒന്ന് ചോദിക്കാനുള്ളത്, ഇതിൻ്റെ പാട്ടുകൾ എങ്ങനെയാണത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുകയോ അതൊക്കെ ചെയ്യുന്നത്? എഴുതി വെച്ചതാണോ, പാട്ട് കേട്ട് പഠിക്കുന്നതാണോ? അല്ല, ഇതിന് പണ്ട് ഈ പറഞ്ഞ കൂട്ടത്തിൽ ഇരുന്ന് ഗുരുനാഥന്മാർ പറഞ്ഞു തന്ന് പഠിപ്പിക്കുകയായിരുന്നു. ഇപ്പം കണ്ടത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പം കണ്ടെത്താൽ ഒരു ബുക്കായിട്ട് തന്നെ പ്രിൻ്റ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. കുറുപ്പന്മാരുടെ കല്ലാറ്റ് കുറുപ്പ് എന്നുള്ളൊരു ഞങ്ങളുടെ സമുദായത്തിൻ്റെ ഒരു ബുക്ക് തന്നെ. അതിൽ പാട്ട് സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും, അതായത് എല്ലാ കളങ്ങളും ഓരോരോ കളത്തിനും ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാവിധ അതിൻ്റെ ക്രമങ്ങളും, അല്ലെങ്കിൽ അതായത് ഇപ്പോൾ ഒരു ഭഗവതി പാട്ടിനുള്ള അതിൻ്റെ കുറുപ്പന്മാർ ഒരുക്കേണ്ട, അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാർ, അല്ലെങ്കിൽ നമ്പൂരി, അല്ലെങ്കിൽ പൊതുവാൾ, അല്ലെങ്കിൽ വാരർ, ഇവർക്കൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കണം എന്നുള്ളതിൻ്റെ എല്ലാവിധ കണക്കുകൾ എഴുതിയിട്ടുള്ള ഒരു പുസ്തകം തന്നെ നമുക്കിപ്പോൾ ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ അതിലെ പാട്ടുകളും അതിലുണ്ട്. ഓരോ രാഗങ്ങളും താളങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഈ രാഗങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് പാടേണ്ടത്. നമ്മുടെ ഈ വള്ളുവനാടൻ ഭാഗത്തൊക്കെ എന്താ വെച്ചാൽ ഒന്നിനും സമയമില്ലാത്തൊരു അവസ്ഥയാണ്. കാരണം പണ്ട് കാലത്ത് ഉച്ചപ്പാട്ട്, ഈ കളമ്പാട്ടിൻ്റെ ആദ്യത്തെ ചടങ്ങായ ഉച്ചപ്പാട്ട് എന്നുള്ള വിഷയം രാവിലെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറുപ്പിൻ്റെ സൗകര്യത്തിനനുസരിച്ച് കളം വരച്ച്, കാരണം പണ്ടൊക്കെ ഒരു കളോ രണ്ട് കളമൊക്കെ അമ്പലങ്ങളുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാം വിസ്തരിച്ചിട്ട് തന്നെയാവും. കാരണം തായമ്പക ആയാലും മേളായാലും അതിൻ്റെ ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ 2 ദിവസം പാട്ട് എന്ന് പറഞ്ഞാൽ വെളിച്ചാവുന്ന വരെ, ഇന്ന് രാവിലെ തുടങ്ങി പിറ്റേ ദിവസം വെളിച്ചാവുന്ന വരെ അങ്ങനെയായിരുന്നു പണ്ടൊക്കെ. ഇപ്പൊക്കെ ഒരമ്പലത്തിൽ തന്നെ, ഇപ്പോൾ അച്ഛൻ എന്നെ ഏൽപ്പിച്ച അമ്പലത്തിൽ വൃശ്ചികമാസം 1-ാം തീയതി തുടങ്ങിയ 44 ദിവസം പാട്ടുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ മണ്ഡലത്തിൽ. അപ്പോഴത്തിൽ ഇത്രയും ദിവസം പാട്ടുകളുണ്ടാകുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും വിസ്തരിച്ച് കഴിക്കാൻ സമയമില്ല. അപ്പം ഞാൻ പോകുന്നത് അമ്പലത്തിൽ വൈകുന്നേരം 5:15 ഉച്ചപ്പാട്ടിന് ആദ്യത്തെ ചടങ്ങിന് ഇരിക്കുള്ളൂ. നമ്പൂരി ആയാലും ഞാനായാലും 7 മണി 7:15 ആകുമ്പോഴേക്കും കളം വരയ്ക്കൽ കഴിഞ്ഞ് നമ്പൂരി പൂജ കഴിഞ്ഞ് 8 മണിയാകുമ്പോഴേക്കും എല്ലാ ചടങ്ങും കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിലേക്ക് പോരാൻ പറ്റും. അപ്പോൾ അത്രയും കുറച്ച് സമയമുള്ളൂ. അപ്പോൾ നമുക്ക് വിസ്തരിച്ച് പാടാനോ അല്ലെങ്കിൽ ശ്രുതിയിൽ അല്ലെങ്കിൽ രാഗത്തിലൊക്കെ പാടാനുള്ള സമയമില്ല, അവകാശമില്ല. കാരണം നമ്മൾ വിസ്തരിച്ച് പാടാനിരുന്ന് കഴിഞ്ഞാൽ നമ്പൂരിക്കായാലും കുട്ടുന്ന മാരാരായാലും പൊതുവാൾക്കായാലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ കമ്മിറ്റിക്കാർക്കായാലും ഇത് കഴിഞ്ഞിട്ട് വേണ്ടേ പോകാന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സ്വതേ എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ സാവകാശത്തിലല്ലെങ്കിലും കുറച്ച് വേഗത്തിൽ അതിൻ്റെ 1-2 വരി പാടാൻ പറ്റുമോ? ഇപ്പോൾ ഉച്ചപ്പാട്ടിൻ്റെ ആദ്യത്തെ കളമ്പാട്ടിൻ്റെ ഉച്ചപ്പാട്ടിൻ്റെ ഒരു 4 വരി തുടങ്ങുന്നത് സെൽമുറ മദകരി മുഖ മുടയാ തിരുപൂര കാമെരു ചെയ്ത പരമുതല, ഈ രീതിയിലാണ്. ഇതിപ്പോൾ ത്രിപുട അല്ലേ? ഇനി വേറെ ഏതെങ്കിലും താളത്തിൽ ഇങ്ങനെ ചെയ്യാറുണ്ടോ? ഇതിൻ്റെ ഭഗവതി പാട്ടിൻ്റെ ഇപ്പോൾ രാത്രി ഭഗവതി പാട്ടിൻ്റെ രീതി വെച്ചാൽ അമരകൽപ്പലരൂമ സൂരരുമിണി അമ്രദൂക ഡഞ്ഞകാലം, ഈ രീതിയിലാണ് രാത്രിപ്പാട്ടിന് വരാറ്. അത് ഉച്ചപ്പാട്ടിനും രാത്രിയുള്ള ഈ പിന്നെ ഇതിനൊക്കെ വ്യത്യാസങ്ങളുണ്ടോ പാടുന്നതിന്? ഉണ്ട്. അത് ശരി. അപ്പോൾ ഇപ്പോൾ പാട്ട്, കൊട്ട്,
എന്നുള്ളത് പരിശീലിച്ചു പ്രയോഗിക്കാറുണ്ട് മനസ്സിലായി. ഇത് വെളിച്ചപ്പാട് കെട്ടിയിട്ട് നൃത്തം ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ട്. അതും അരങ്ങേറ്റം കഴിഞ്ഞ് അച്ഛൻ്റെ 2-3 അടിയന്തര സ്ഥലത്ത് ഈടും കൂറും കളപ്പേഷനും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് ചവിട്ടാനും ബുദ്ധിമുട്ട് ഇല്ല എന്നർത്ഥം? ഇല്ല. കാരണം ഇപ്പോൾ ഇത് സ്ഥിരം അരിയേട്ടൻ്റെ കൂടെ ആയതുകൊണ്ട് അരിയേട്ടൻ്റെ ഒരു വിധം. ഞാനിപ്പോൾ ഇത് ചോദിക്കാൻ പാടുമോ എനിക്കറിയില്ല. എന്നാലും നമ്മളിപ്പോൾ സാധാരണഗതിയിൽ നിന്ന് ഒരു കൊട്ടുകാരൻ അല്ലെങ്കിൽ ഒരു പാട്ടുകാരൻ ഒരു വേഷം കെട്ടിയിട്ട് വെളിച്ചപ്പാടിൻ്റെ വേഷം കെട്ടിയിട്ട് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ ഒരു തോന്നലോ ആവേശമോ അല്ലെങ്കിൽ വേറൊരു രൂപം ആണ് ഞാൻ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല. കാരണം ഇതിപ്പോൾ എൻ്റെ അച്ഛൻ അമ്പലത്തിലെ മാങ്ങോട് അമ്പലത്തിലെ വെളിച്ചപ്പാട് അല്ലെങ്കിൽ കോമരമുള്ള ഭഗവതിയുടെ പ്രതിപുരുഷനായിട്ട് ജോലി ചെയ്ത ആളാണ്. എൻ്റെ കുട്ടിക്കാലം മുതൽക്കേ ഞാൻ കാണുന്നൊരു അച്ഛൻ്റെ രൂപം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് വെളിച്ചപ്പാട് എന്നുള്ളൊരു വിഷയം ചെയ്യാനോ അല്ലെങ്കിൽ അത് ചെയ്താൽ നമ്മളെ സമൂഹം വേറൊരു തരത്തിൽ കാണുമെന്നുള്ളൊരു ചിന്താഗതിയൊന്നും തോന്നുന്നില്ല. കാരണം സമൂഹം വേറെ കാണുന്നതല്ല ഞാൻ വിചാരിച്ചത്. ഞാൻ ചോദിച്ചത് അങ്ങനൊരു ബുദ്ധിമുട്ട് ഇല്ല. എപ്പോൾ വെച്ചാൽ വെളിച്ചപ്പാട് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ സന്തോഷമായിട്ട് ചെയ്യും. സന്തോഷം തന്നെ ഉള്ളൂ എന്നർത്ഥം. നമുക്ക് വീണ്ടും കൊട്ടലിക്ക് വരാൻ തന്നെയാണ് തോന്നുന്നത്. അതായത് ഇപ്പോൾ കളമ്പാട്ടിൻ്റെ ധാരാളം അല്ലെങ്കിൽ അനുഷ്ഠാനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ധാരാളം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കൊട്ടിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഈ തായമ്പക നിരന്തരം പരിശീലിക്കുകയും കൊട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ആരുടെ കൂടെയൊക്കെ തായമ്പക കൊട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള അരങ്ങുകൾ ഏതെങ്കിലും ഒന്ന്? ഇപ്പോൾ തായമ്പക ആദ്യമായിട്ടൊരു സീനിയറായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഗുരുതുല്യരായിട്ടുള്ളൊരു ആളുടെ കൂടെ കൊട്ടിയത് നമ്മുടെ ഉദയേട്ടൻ്റെ കൂടെയാണ്. കലാനിലയം ഉദയേട്ടൻ്റെ കൂടെ ഒരു ഡബിൾ എൻ്റെ വെള്ളിനഴി തന്നെ കൊട്ടാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കല്ലൂർ ഉണ്ണീഷേട്ടൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ചെറുപ്പശ്ശേരി രാജുവേട്ടൻ. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ദിലീപേട്ടൻ്റെ കൂടെ സുഖവരൻ ദിലീപേട്ടൻ്റെ കൂടെ ഒരു 2 തായമ്പ കൊട്ടാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ജൂനിയറായിട്ടും സീനിയറായിട്ടുള്ള ഇപ്പോൾ സദനം ജിതിൻ, തൃക്കൂരുള്ളൊരു അശോക് ജി മാലാർ എന്നുള്ളൊരു ആൾ, പിന്നെ ഇന്നത്തെ ചെറുപ്പക്കാരായ കല്ലയകുളങ്ങര ആദർശ്, അശ്വിൻ മുരളി, അങ്ങനെയുള്ള ഒരുവിധം ചെറിയ നമ്മുടെ അനിയന്മാരെ കൂടി, അതുപോലെ മണ്ണാർക്കാട് ഹരിയേട്ടൻ, മോഹനേട്ടൻ, തൃത്താല ശ്രീനിയേട്ടൻ, അങ്ങനെയുള്ള കൂടെയൊക്കെ ഡബിളായിട്ടും ട്രിപ്പിളായിട്ടൊക്കെ തായമ്പ കൊട്ടാൻ പറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ സീനിയറായിട്ട് പല ആൾക്കാരുടെയും നമുക്ക് കൂടെ നിശ്ചയിക്കുമ്പോൾ നമ്മളൊരു ഒരു തയ്യാറെടുപ്പ് മാനസികമായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇപ്പോൾ ദിലീപേട്ടൻ്റെ കൂടെ അല്ലെങ്കിൽ ഉദയേട്ടൻ്റെ കൂടെയൊക്കെ കൊട്ടാൻ പോകുന്ന സമയത്ത് അവരെ കൃത്യമായിട്ട് വിളിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് തായമ്പ കൊട്ടിയിട്ടുള്ളത്. അത് ഏത് കൂറും കൊട്ടുന്നതിന് വിഷമമില്ല. ഇല്ല, അപ്പോൾ അതിൻ്റെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ആദ്യം ഒന്ന് വിളിക്കുക അല്ലെങ്കിൽ പോയി കാണാൻ പറ്റിച്ചാൽ കണ്ടിട്ട് അതിന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രവൃത്തി ഇപ്പോൾ ഈ തോന്നൽ ഇപ്പോൾ രഘു മുതിർന്ന ആൾക്കാരുടെ കൂടെ കൊട്ടുമ്പോൾ രഘു ചെയ്യാറുണ്ട് എന്നുള്ള പ്രവൃത്തി രഘുവിൻ്റെ ജൂനിയർ കലാകാരന്മാരുടെ ഒപ്പം കൊട്ടുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കാറും? അവരും കൊട്ടുന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് വിളിച്ച് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് രഘുവേട്ടാ കൊട്ടുന്നതെന്ന്. അപ്പോൾ ഞാൻ പൊതുവേ പറയാറെന്താ വെച്ചാൽ നമുക്ക് ആ സമയത്ത് കാര്യമായിട്ട് നമുക്ക് ആ സമയത്തൊന്ന് ചർച്ച ചെയ്തിട്ട് അതിനായിട്ടൊരു സമയം കണ്ടെത്തി വരണമെന്നില്ല. നമുക്ക് അരമണിക്കൂർ മുന്നേ കൊട്ടുന്നതിനെ കുറിച്ചൊന്ന് സംസാരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞങ്ങനെ അങ്ങനെയാണ് ചെയ്യാറ്. ഈ 2 മേഖലയിൽ കൊട്ടുമ്പോഴും സന്തോഷമായിട്ട് തോന്നാറുണ്ട്, വളരെ തൃപ്തിയായിട്ട് തോന്നാറുണ്ട് അല്ലേ? ഇത് നമ്മൾ ഇപ്പോൾ മേളം അവതരിപ്പിക്കുമ്പോൾ പ്രമാണമായിട്ട് കൊട്ടിയിട്ടുണ്ടോ? മറ്റു പലരുടെയും കൂടെ കൊട്ടാൻ മേളം ഇപ്പോൾ സ്വന്തമായിട്ടും എൻ്റെ പ്രമാണത്തിലായിട്ടുള്ള മേളങ്ങളും ഉണ്ടാവാറുണ്ട്. നമ്മുടെ ബാക്കിയുള്ള സീനിയേഴ്സായിട്ടുള്ള ആശാന്മാരും ഏട്ടന്മാരും കൂടി മേളത്തിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ തായമ്പകയും ഇപ്പോൾ വിവിധ മേഖലകളെ രഘു സ്ഥിരമായി പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ
പാരമ്പര്യത്തിലുള്ള കുടുംബ പാരമ്പര്യത്തിലുള്ള എന്താ കളമെഴുത്ത് പാട്ട്, അതിൻ്റെ കൊട്ട്, നൃത്തം അല്ലേ? പിന്നെ തായമ്പക മേളങ്ങൾ, പിന്നെ പരിപാടി ഏറ്റെടുത്ത് സ്വന്തമായിട്ട് നടത്തൽ ഉണ്ട്. അപ്പോൾ ഇതിൽ എത്ര കണ്ട് ഇനി എന്താ നമുക്ക് പുതിയ കാഴ്ചകളോ പുതിയ തോന്നലുകളോ വാദ്യമേഖലയിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ നമുക്ക് അനുഷ്ഠാനമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുകയെന്ന് എനിക്ക് ശരിക്കും അറിയില്ല, ചോദിക്കുമ്പോൾ അറിയില്ല. അങ്ങനെ എന്തെങ്കിലും പരിഷ്കാരങ്ങൾ ഏതെങ്കിലും തരത്തിൽ തോന്നൽ ഉണ്ടാവാറുണ്ടോ? അപ്പോൾ എന്നെ ഗുരുനാഥന്മാർ പറഞ്ഞെന്ന കാര്യങ്ങൾ ഞാൻ കുറച്ച് കുട്ടികളെ, കുറച്ച് എന്നല്ല കുറച്ചധികം കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്, ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അങ്ങനെ അവരിലൂടെയും ഞാൻ സ്വയം പഠിക്കുന്ന ഒരാളാണ്. പാട്ടിൻ്റെ വിഷയങ്ങളായാലും അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളായാലും ഇപ്പോൾ വെളിച്ചപ്പാട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമൊക്കെ നോക്കാറുണ്ട്. ഇത്തരം പരിപാടികൾ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ആസ്വാദകരുടെ അടുത്തു നിന്നുള്ള ഈ അഭിനന്ദനങ്ങൾ, അത് പുരസ്കാരങ്ങൾ അല്ലെങ്കിൽ അനുമോദനങ്ങൾ ഏതൊക്കെ തരത്തിൽ എവിടുന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? കലാഭവനത്തിൽ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം 2007 നീലേശ്വരം ബാലകൃഷ്ണമാരാർ എന്ന് പറഞ്ഞിട്ട് അനുസ്മരണത്തിന് തായമ്പ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിലിങ്ങനെ പോയി പങ്കെടുത്തു. അന്ന് ഈ പറഞ്ഞ കൂട്ടത്തിൽ 1/2 മണിക്കൂർ ആണ് തായമ്പമുണ്ട്. അപ്പോൾ അതെങ്ങനെ രൂപമാക്കാമെന്നൊന്നും അറിയില്ല. കലാമണ്ഡലത്തിൽ പഠിച്ച ബലരാമസാനും അല്ലെങ്കിൽ ഉണ്ണീഷാസനൊക്കെ പറഞ്ഞു തന്ന സാധനങ്ങൾ ഏറെക്കുറെ വാച്ച് നോക്കിയിട്ട് 1/2 മണിക്കൂറായിട്ട് പോയിട്ട് ചെയ്തു. അത് ഈ പറഞ്ഞ പോലെ ആശാന്മാരുടെയും അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ അനുഗ്രഹം കൊണ്ട് അന്ന് അതിലൊരു സെക്കൻഡ് 2ാം സ്ഥാനക്കാരനാവാൻ ഭാഗ്യമുണ്ടായി. പിന്നെ തായമ്പ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ഗംഭീരമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ അനുമോദനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഇടയ്ക്കാണ് നമ്മുടെ ക്ഷേത്രകലാ അക്കാദമിയുടെ ഒരു യുവശ്രേഷ്ഠ പുരസ്കാരം എന്നുള്ളൊരു അംഗീകാരം ഈ കൊല്ലം ചെറുപ്പക്കാരിലൊരാൾ നല്ല രീതിയിൽ എനിക്ക് ലഭിക്കുന്നുണ്ടായി. അതാണിപ്പോൾ കിട്ടിയിട്ടുള്ളൊരു അനുമോദനത്തിലൊരു വലിയൊരു കാര്യം. അപ്പോൾ തൊഴിൽ കൊണ്ട് നടക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ദിനേന എന്ന് പറഞ്ഞതുപോലെ പിന്നെ എന്താ കളെഴുത്താണെന്ന് വെച്ചാൽ അതങ്ങനെ, അല്ലെങ്കിൽ മേളം തായമ്പുകയാണെന്ന് വെച്ചാൽ അങ്ങനെ, പിന്നെ കുട്ടികളെ പഠിപ്പിക്കലാണെന്ന് വെച്ചാൽ അങ്ങനെ. ഇതും കുടുംബവും കൂടി എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? കുടുംബത്തിന് ഈ എന്താ നമ്മോടുള്ള എന്താ സംതൃപ്തി, സന്തോഷം മക്കൾക്ക് എങ്ങനെയൊക്കെയാണത്? ആരാണ് വീട്ടിലെ അമ്മ, അച്ഛൻ, 2 ചേച്ചിമാർ, വൈഫ്, 2 ആൺകുട്ടികൾ, അങ്ങനെയുള്ളത്. അച്ഛൻ പിന്നെ അമ്പലത്തിൻ്റെ ജോലി ആവുകൊണ്ട് കുട്ടിക്കാലം മുതൽക്ക് ഞങ്ങളിത് കണ്ട് വളർന്നതാവുകൊണ്ട്. അച്ഛൻ പേരെന്താ? ഹരിദാസ് എന്നാണ്. അദ്ദേഹത്തിന് എത്ര പ്രായമുണ്ടാവും? അച്ഛനിപ്പോൾ 67 വയസ്സ്. 67 വയസ്സ്. ഇപ്പോഴും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു? ഇപ്പോഴും അമ്പലത്തിൽ കളമ്പാട്ട് എന്നുള്ള വിഷയം ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നുണ്ട്. നിരവധി അമ്പലങ്ങളിൽ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേര് കുമാരി എന്നാണ്. മുഴുവൻ പേര് വസന്തകുമാരി. അവർ വെള്ളിനഴി തന്നെ താമസിക്കുന്നത്? അതെ അല്ലേ. നമ്മുടെ സ്വദേശം തൃശ്ശൂരാണ്. ഇപ്പോൾ വെള്ളിനഴി തന്നെ. ആരുടെ? അമ്മയുടെ. തൃശ്ശൂർ എവിടെയാ? തൃശ്ശൂർ നമ്മുടെ വിയ്യൂർ എന്ന് പറയും. വിയ്യൂർ. അച്ഛൻ വെള്ളിനഴി. അച്ഛൻ്റെ സ്വതേ ജന്മനാട് കൊണ്ടോട്ടിക്കടുത്ത് വാഴക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, എടവണ്ണപ്പാറക്കടുത്ത്. ശരി. അവിടെയായിരുന്നു അച്ഛൻ ജനിച്ചതും. ഒരു 7 വയസ്സ് വരെയൊക്കെ അച്ഛൻ അവിടെയാണ് ഉണ്ടായത്. പിന്നെയാണ് വെള്ളിനഴിക്ക് വന്ന് വെള്ളിനഴി താമസാക്കിയത്. അതിനെന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? അത് അച്ഛൻ്റെ അമ്മയുടെ വീട് ഇവിടെ വെള്ളിനഴി ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ അങ്ങനെ അവിടുന്ന് പണ്ടത്തെ കാലത്ത് ഭാഗം വെച്ചിട്ട് അങ്ങനെ എന്തോ ഒരു വിഷയത്തിൻ്റെ മുകളിൽ അങ്ങനെയാണ് ഇവിടെ വെള്ളിനഴി വന്ന് താമസാക്കിയത്. ശരി. രഘുവിൻ്റെ കുടുംബം? എൻ്റെ വൈഫ് പേര് സിന്ധു എന്നാണ്. ഞാൻ ഒരു
ഒരു ഓർഫനേജിൽ നിന്നാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. മായന്നൂർ ഒരു തണൽ ബാലാശ്രമം എന്നുള്ളൊരു അങ്ങനൊരു. തീർച്ചയായിട്ടും അത് വലിയ ചെറിയ കാര്യമല്ലല്ലോ, അത് വലിയ അല്ല, ഇത് ഇങ്ങനെ ഒരു പൊതുവിടത്തിൽ പറയണില്ല എന്ന് മാത്രം. കാരണം എൻ്റെ മനസ്സിൽ അങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു. അല്ല, ഇത് നമ്മളൊരു കുടുംബം വേറൊരു കുടുംബമാണ് എന്ന് വിചാരിച്ചാൽ മതിയല്ലോ. അത് അല്ലാണ്ട് ഇപ്പോൾ അതിലിപ്പോ ഒരു വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കുന്നതിനെക്കാളും ഇതൊരു കൂട്ടുകുടുംബത്തിൽ നിന്ന് വിചാരിച്ചാൽ കല്യാണം കഴിച്ചത് മാത്രം. അത് അത്രയല്ലേ വേണ്ടു. അത് അപ്പോൾ മക്കള് 2 ആൺകുട്ടികൾ. ഒരാൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാൾ 3 വയസ്സ്. 3 വയസ്സിൽ രണ്ടുപേരും വെള്ളിനഴി തന്നെ സ്കൂളിൽ പഠിക്കുന്നു. മൂത്താൾ കുറേശ്ശെ ഇങ്ങനെ ചെണ്ട പഠനം തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ വാദ്യം കൊണ്ടും തൻ്റെ പ്രവൃത്തി കൊണ്ടും കുടുംബം കൊണ്ടും ഒരുവിധം സന്തോഷമായിട്ട് പോകുന്നു. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഗുരുനാഥന്മാരുടെ അകമഴിഞ്ഞ അനുഗ്രഹം കൊണ്ടും സന്തോഷമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ രഘു, വളരെ സന്തോഷമുണ്ട് നമുക്ക് ഇങ്ങനെ ഒരു രഘുവിൻ്റെ അനുഭവ കഥകൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞറിയിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ പാരമ്പര്യ കല ചെയ്തുകൊണ്ടിരിക്കുന്ന കുടുംബത്തിൽ ജനിച്ചു. ഒരു പക്ഷേ അതിൽ തന്നെ നിലനിന്നോളണമെന്നില്ല, പലരും അങ്ങനെ മാറി മാറി പോകുന്നവരുണ്ട്. പക്ഷേ രഘു അതിൽ തന്നെ ആ കലയുടെ വിവിധ മേഖലകൾ പഠിച്ചുകൊണ്ട് അതിൽ അത്യാവശ്യം പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് കലാമേഖലയിൽ വളരെ അംഗീകാരമുള്ള ഒരു കലാകാരനായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ധാരാളം പ്രവർത്തികൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. തൻ്റെ കളമെഴുത്ത് പാട്ടിലാണെങ്കിലും അതിൻ്റെ വാദ്യത്തിലാണെങ്കിലും തായമ്പകയിലാണെങ്കിലും മേളത്തിലാണെങ്കിലും താൻ പ്രവർത്തിക്കുകയും മറ്റ് പല കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം കുടുംബവും ത്തിനെയും ഒപ്പം കൊണ്ടുപോയി സന്തോഷകരമായിട്ടൊരു ജീവിതമാണ് ഇപ്പോൾ നയിക്കുന്നത് എന്നാണ് നമുക്ക് രഘു പറഞ്ഞതായിട്ട് അറിഞ്ഞത്. എങ്ങനെയും വളരെ സന്തോഷമുണ്ട് നമുക്ക് ഈ പരിപാടിയിൽ പങ്കെടുത്ത് രഘുവിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞതിൽ ആസ്വാദകർക്ക് വേണ്ടിയിട്ട് ഞാൻ രഘുവിനോട് സന്തോഷം അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിന് എൻ്റെ ഗുരുനാഥൻ അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് പറയുമ്പോൾ എന്ത് പറയണം എന്നുള്ളൊരു കൃത്യമായിട്ടൊരു ധാരണ ഇല്ല. ആശാൻ പറഞ്ഞു, നീ വന്നാൽ മതി, ബാക്കിയൊക്കെ ആ സമയത്ത് പറയാൻ പറ്റും എന്ന് പറഞ്ഞ പ്രകാരം ആണ്. അപ്പോൾ എൻ്റെ ഇതിൽ പങ്കെടുപ്പിച്ച, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് എന്നെ പങ്കെടുപ്പിച്ചതിൽ എൻ്റെ ഗുരുനാഥനോട് അതിയായ സന്തോഷവും കടപ്പാടും എന്നും ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമസ്കാരം.